ബ്രേക്ക്ഫാസ്റ്റിനോ ലഞ്ചിനോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. വളരെ ചുരുങ്ങിയ ചേരുവകൾ കൊണ്ട് തന്നെ ഡയറ്റ് ചെയ്യുന്നവർക്ക് കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. ഇത് ബ്രൊക്കോളി ഒരു കഷ്ണം എടുത്തിട്ടുണ്ട്, അതിന് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടുള്ളതാണ്. ഇത് ക്യാരറ്റ്, ഇത് 2 മുട്ട, ഒരല്പം ക്രഷ്ഡ് ചില്ലി, അതൊരു ഫ്ലേവറിന് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. അതുപോലെ തന്നെ ഇത് നല്ല ചതച്ച കുരുമുളകാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഉപ്പ്, ഇത്രയും അതിന് ആവശ്യമുള്ളൂ കേട്ടോ. ആദ്യമായിട്ട് ഇത് ഉതിർത്തി വെച്ചിരിക്കുന്ന ബ്രൊക്കോളിയിലേക്ക് നമ്മൾ നല്ല ചൂടുവെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇതൊരു 5 മിനിറ്റ് ഇതിങ്ങനെ ഈ ചൂടുവെള്ളത്തിലൊന്ന് കിടക്കട്ടെ. നമ്മുടെ ബ്രൊക്കോളിയൊക്കെ വെള്ളത്തിൽ കിടന്നൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് ഈ 2 മുട്ടയിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു നുള്ള് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ഇതിനെ ഒന്ന് നമുക്ക് സ്ക്രാമ്പിൾ ചെയ്തിട്ട് എടുക്കണം കേട്ടോ. നമ്മുടെ ഫ്രൈ പാനിൽ നിന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ഇത് ഓയിലല്ല, ബട്ടറിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്, പ്രോട്ടീൻ ആണല്ലോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് സ്ക്രാമ്പിൾ ചെയ്യാനുള്ള ആ മുട്ട ചേർത്ത് കൊടുക്കാം. ഇതിനൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം കേട്ടോ. അതായത് മുട്ടയെ കുത്തി പൊരിക്കുക, അത് തന്നെ. ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുത്താൽ മതി. ഒരുപാടങ്ങ് വെന്ത് ഹാർഡായി പോകരുത് കേട്ടോ. ഇതൊന്ന് ചെറുതായിട്ടൊന്നായി വരുന്ന സമയത്ത് നമുക്കിതിനെ ഈ പാനിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇത്രയും മതി. ഇനി ഇതിനെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് പാനിൽ നിന്ന് മാറ്റാം കേട്ടോ. ഇനി അതേ പാനിലേക്ക് തന്നെ ഒരു ചെറിയ കഷ്ണം ബട്ടർ കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ബട്ടർ ഒന്ന് മെൽറ്റായി വരുന്ന സമയത്ത് നമുക്കിവിടെ ക്യാരറ്റ്, ചീവി വെച്ചിരിക്കുന്ന ക്യാരറ്റാണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ബ്രൊക്കോളി ഉണ്ടല്ലോ, അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബ്രൊക്കോളി ഒരുവിധം ഒന്ന് ആ ചൂടുവെള്ളത്തിൽ കിടന്നിട്ടുണ്ടെന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ക്രഷ്ഡ് ചില്ലി ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ കുരുമുളക് ചതച്ചും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബ്രൊക്കോളിയും ക്യാരറ്റൊക്കെ നന്നായിട്ടൊന്ന് ആയി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്കിതിലേക്ക് സ്ക്രാമ്പിൾഡ് എഗ്ഗും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞു. പണി ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. സാധാരണ വയറൊക്കെ നന്നായിട്ട് ഫില്ലിംഗ് ആയിട്ട് തോന്നുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൂടിയാണ് കേട്ടോ. അത് ഡിന്നറിനും കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. മറ്റൊന്നും കഴിക്കാതെ ഇത് മാത്രം കഴിച്ചാൽ മതി, വയറ് നല്ല ഫില്ലിംഗ് ആയി തീരും. അപ്പോൾ നല്ല അടിപൊളിയൊരു ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ ഒക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.